ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാരിങ്സിനെ കുറിച്ചാണ്. ഫാരിങ്സ് നമുക്കറിയാം. ഫാരിങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് നോക്കാം. ഫാരിങ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇതൊരു കോമൺ പാസേജ് ആണ്, അല്ലേ? ഇറ്റ് സെർവ് ആസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഫാരിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമൺ പാസേജ് ആണ്. ഇവിടെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡും എയറും പാസ് ചെയ്തു പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാരിങ്സ് ഇറ്റ് സെർവ് ആസ് എ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ദെൻ ഈസോഫാഗസ് ആൻഡ് ദ ട്രക്കിയ ഓപ്പൺ ഇൻ ടു ദ ഫാരിങ്സ്. ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈസോഫാഗസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, അല്ലെ? ഈസോഫാഗസ് എന്ന് പറയുന്ന ഈ ഒരു ട്യൂബുലാർ ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ നമ്മുടെ ട്രക്കിയ, ട്രക്കിയ, ഇത് രണ്ടും ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫാരിങ്സിലേക്കാണ്. അപ്പൊ ട്രക്കിയ എന്ന് പറയുമ്പോൾ ട്രക്കിയ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ട്രക്കിയ എന്ന് പറയുന്നത്, അല്ലെ? ശ്വസന വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പൊ ട്രക്കിയയും അതുപോലെ തന്നെ ഈസോഫാഗസും ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഫാരിങ്സ് എന്ന് പറയുന്ന പോർഷനിലേക്കാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊരു കോമൺ പാസേജ് ആണ് എന്ന് പറയുന്നത്. ഈസോഫാഗസിലേക്കുള്ള ഫുഡ് വരുന്നുണ്ട്, അതേസമയം തന്നെ എയർ, ട്രക്കിയയിലേക്കുള്ള എയറും ഈ ഒരു ഫാരിങ്സിലൂടെയാണ് കടന്നു വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ട്രക്കിയ. ഇറ്റ് സെർവ് ആസ് എ വിൻ പൈപ്പ്. ട്രക്കിയനെ പറയുന്ന മറ്റൊരു പേരാണ് വിൻ പൈപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിൻ പൈപ്പ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ട്രക്കിയയാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം. എപ്പിഗ്ലോട്ടിസ്. ഇതും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പിഗ്ലോട്ടിസ്. ഇപ്പൊ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കൂ, ഈ ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ഗ്ലോട്ടിസ് ഡ്യൂറിങ് സോളോയിങ്. അതായത് ഭക്ഷണം നമ്മൾ സോളോ ചെയ്യുന്ന സമയത്ത്, വിഴുങ്ങുന്ന സമയത്ത് ഭക്ഷണം നേരെ എങ്ങോട്ട് പോകണം? നമ്മുടെ വായ്ക്കകത്തു നിന്നും ഭക്ഷണം നേരെ ഈസോഫാഗസിലേക്ക് പോകണം, അല്ലെ? നേരെ മറിച്ച് ഈ ഒരു ഫുഡ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ അത് നേരെ ഈ ഒരു ഫുഡ് ഇങ്ങനെ വരുന്നത്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് വരുന്നത് തടയുന്ന ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ഇറ്റ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദി ഗ്ലോട്ടിസ് ഡ്യൂറിങ് സോളോയിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഈസോഫാഗസ്. ഈസോഫാഗസ് ഇറ്റ് ഈസ് എ തിൻ ലോങ് ട്യൂബ് വിച്ച് കണക്ട് ദ സ്റ്റൊമക്. അപ്പോൾ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ മൗത്ത് കഴിഞ്ഞു വരുന്ന ട്യൂബുലാർ ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ആണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ദെൻ ഈസോഫാഗസ് നേരെ എവിടേക്ക് എത്തുന്നു? നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈസോഫാഗസ് ഇസ് എ തിൻ ലോങ് ട്യൂബ് വിച്ച് കണക്ട് ദ സ്റ്റൊമക്. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ. A muscular sphincter which regulates the opening of the esophagus into the stomach is called as gastroesophageal sphincter. ഓക്കെ, അപ്പൊ ഗ്യാസ്ട്രോഇസോഫാജിയൽ സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇങ്ങനെ താഴേക്ക്, ഈസോഫാഗസ് താഴേക്ക് വന്ന് ഇവിടെ നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു സ്റ്റൊമക്കും ഈസോഫാഗസും തമ്മിലുള്ള ഇതിന്റെ ഈ ഒരു ഭാഗത്തിന്റെ ഇടയിലായിട്ട് ഇവിടെ കാണുന്ന പോർഷനാണ് എന്താ? ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന പോർഷനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരിക്കും? നമുക്കറിയാം, ഭക്ഷണം ഈ ഒരു ഈസോഫാഗസിലൂടെ ഒരുമിച്ച് വന്ന് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഒറ്റയടിക്കങ്ങ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പൊ ആ ഭക്ഷണം വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഭക്ഷണം വരുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈസോഫാഗസിൽ നിന്നും ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തുന്നതിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്റ്റർ ആണ്. ഓക്കെ, എ മസ്കുലാർ സ്ഫിങ്ക്റ്റർ വിച്ച് റെഗുലേറ്റ്സ് ദ ഓപ്പണിംഗ് ഓഫ് ഈസോഫാഗസ് ഇൻ ടു ദി സ്റ്റൊമക്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായി പറയുന്നത് സ്റ്റൊമക്കിനെ കുറിച്ചാണ്. സ്റ്റൊമക്, ഇപ്പൊ മൗത്ത് കഴിഞ്ഞു, ഈസോഫാഗസ് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ എലിമെന്ററി കനാലിന്റെ അടുത്ത പോർഷൻ ആണ് എന്താ? സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. സ്റ്റൊമക്കിന്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. സ്റ്റൊമക് ഇറ്റ് ഹാസ് 4 മേജർ പാർട്സ്. സ്റ്റൊമക്കിന് മെയിൻ ആയിട്ട് 4 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഒരു കാർഡിയാക് പോർഷൻ ഉണ്ട്. കാർഡിയാക് പോർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, കാർഡിയാക് പോർഷൻ ഉണ്ട്. കാർഡിയാക് പോർഷൻ ഇൻടു വിച്ച് ദ ഈസോഫാഗസ് ഓപ്പൺ. അതായത് മുകളിൽ ഈസോഫാഗസ് ആണെന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ ഈസോഫാഗസ് വന്ന് സ്റ്റൊമക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനെയാണ് കാർഡിയാക് പോർഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, കാർഡിയാക് പോർഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഫണ്ടിക് റീജിയൻ. ദെൻ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്, ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ദെൻ തേർഡ് പോർഷൻ ഈസ് ദ മെയിൻ സെൻട്രൽ റീജിയൻ, അതായത് സ്റ്റൊമക്കിന്റെ ബോഡി. ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ബോഡി എന്ന് പറയുന്നത് മെയിൻ പോർഷൻ ആണ്. ദെൻ ലാസ്റ്റ് പോർഷൻ ഈസ് പൈലോറസ്. ഓക്കെ, അവസാനമായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് പൈലോറസ് എന്ന് പറയുന്നത്. പൈലോറസ് നേരെ എങ്ങോട്ട് പോകും, പൈലോറസ് നേരെ നമ്മുടെ കഴിഞ്ഞു വരുന്ന ഭാഗമാണ് എന്ത്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് അല്ലേ, നമുക്കറിയാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഇത്രയും മനസ്സിലാക്കുക. സ്റ്റൊമക്കിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പോർഷൻ ഈസ് കാർഡിയാക്, ദെൻ നെക്സ്റ്റ് പോർഷൻ ഈസ് ഫണ്ടസ്, ദെൻ ദ ബോഡി ഓഫ് ദി സ്റ്റൊമക്ക് അല്ലേ, അതായത് മേജർ പാർട്ടാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്തെയാണ് സ്റ്റൊമക്കിന്റെ ബോഡി എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദി സ്റ്റൊമക്ക് ഈസ് പൈലോറസ്. ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഈ ഒരു പിങ്ക് കളറിലായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനാണ് എന്ത് പറയുന്നത്, പൈലോറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ, സ്റ്റൊമക്കിന്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ അല്ലേ. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞു സ്റ്റൊമക്ക് കഴിഞ്ഞ് വരുന്ന, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഭാഗമാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ചെറുകുടലാണ് വരുന്നത് അല്ലെ. അപ്പോൾ ഈ ചെറുകുടലിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ഈ കാണുന്ന ഭാഗമാണ് എന്താ, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 റീജിയൻസ്. സ്മോൾ ഇൻറ്റസ്റ്റൈന് പ്രധാനമായിട്ടും 3 റീജിയൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്, ഫസ്റ്റ് പോർഷൻ ഈസ് ഡിയോഡിനം, ദെൻ ജെജുനം, ദെൻ നെക്സ്റ്റ് പോർഷൻ ഈസ് ഇലിയം. ഏതൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യുക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ 3 ഭാഗങ്ങളാണ്. ഫസ്റ്റ് പോർഷൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്ന ആ ഒരു യു ടേൺ അല്ലെങ്കിൽ ഒരു സി ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ആ ഒരു ഭാഗത്തെയാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഏത്, നമ്മുടെ ഡിയോഡിനം. ഓക്കെ, ദെൻ എ ലോങ് കോൾഡ് മിഡിൽ പോർഷൻ ഈസ് കോൾഡ് ആസ് ജെജുനം. അതായത് നടുക്ക് വരുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുന്ന സെൻട്രൽ പോർഷൻ ആണ്, ഡിയോഡിനം കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് എന്താ, ജെജുനം എന്ന് പറയുന്നത്. ദെൻ എ ഹൈലി കോയിൽഡ് പാർട്ട് ഈസ് കോൾഡ് ആസ് ഇലിയം. ഒന്നുകൂടി നല്ലോണം കോയിൽ ചെയ്ത് കാണുന്ന ലാസ്റ്റ് പോർഷനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഇലിയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്മോൾ ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളുണ്ട്, ഡിയോഡിനം, ജെജുനം, ഇലിയം. ക്ലിയർ അല്ലേ. ദെൻ ദ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റൊമക്ക് into the duodenum is guarded by the pyloric sphincter. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വെക്കുക, പൈലോറിക് സ്ഫിങ്ക്ടർ. ദ ഓപ്പണിംഗ് ഓഫ് ദി സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനം. എന്താ ഉദ്ദേശിക്കുന്നത്, ദ ഓപ്പണിംഗ് ഓഫ് ദി സ്റ്റൊമക്ക് അല്ലെ. ഈ സ്റ്റൊമക്ക് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ ആണ് അല്ലേ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പോർഷനെ നമ്മൾ എന്ത് പറഞ്ഞു, ഡിയോഡിനം എന്ന് പറഞ്ഞു. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഈ ഒരു ഭാഗം ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു പോർഷന്, അതായത് ആദ്യത്തെ ആ ഒരു പോർഷൻ, ദ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനം ഇസ് ഗാർഡഡ് ബൈ പൈലോറിക് സ്ഫിങ്ക്ടർ. ഓക്കെ, അപ്പൊ ഈ തുടങ്ങുന്ന ഭാഗത്ത് സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു പോർഷനിൽ കാണുന്ന മസിൽസ് ആണ് പൈലോറിക് സ്ഫിങ്ക്ടർ മസിൽസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ പൈലോറിക് സ്ഫിങ്ക്ടർ മസിൽസിന്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. സ്ഫിങ്ക്ടർ മസിൽസിന്റെ പ്രധാന ഫംഗ്ഷൻ ഇവിടെ പൈലോറിക് സ്ഫിങ്ക്ടർ മസിൽ ആണ്. എന്തായിരിക്കും ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുമിച്ച് വരില്ല. ഓക്കെ, ഒരുമിച്ച് ഒന്നായിട്ട് ഫുഡ്, നമ്മൾ കഴിച്ച ഫുഡ് എല്ലാം കൂടെ ഒരുമിച്ച് വന്ന ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫുഡിനെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഈ ഒരു ഫുഡിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഈ ഒരു പൈലോറിക് സ്ഫിങ്ക്ടർ മസിൽസ് ആണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനെ കുറിച്ചാണ്. നേരത്തെ ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചു ഈ ഒരു ഭാഗത്തെയാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ലെങ്ത്തിന്റെ കാര്യത്തിൽ ഏറ്റവും നീളം കൂടുതൽ. ഓക്കെ, എന്നാൽ ഡയമീറ്ററിന്റെ കാര്യത്തിൽ അത് എടുത്തു കഴിഞ്ഞാൽ ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഡയമീറ്ററിന്റെ കാര്യം വെച്ചിട്ടാണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്നത്. ഓക്കെ, പക്ഷെ ലെങ്ത് കൂടുതലുള്ളത്, നീളം കൂടുതലുള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈന് പ്രധാനമായിട്ടും 3 പോർഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുക. ഫസ്റ്റ് പോർഷൻ ഈസ് സീക്കം, ദെൻ നെക്സ്റ്റ് ഈസ് കോളോൺ ആൻഡ് ലാസ്റ്റ് പോർഷൻ ഈസ് റെക്റ്റം. ഏതൊക്കെയാണ്, സീക്കം, കോളോൺ, റെക്റ്റം. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉള്ളത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു, ഡിയോഡിനം, ജെജുനം, ഇലിയം അല്ലെ. എന്നാൽ ഇവിടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പോർഷൻസ് ആണ് സീക്കം, കോളോൺ, റെക്റ്റം. ഓക്കെ അല്ലേ. ദെൻ അടുത്ത പോയിന്റ് നോക്കാം.
ആദ്യം നമുക്ക് ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പോർഷൻ നോക്കാം, സീക്കം. ഓക്കെ, സീക്കം എന്ന് പറയുന്ന ഫസ്റ്റ് ഭാഗം നോക്കാം. ഇറ്റ് ഈസ് എ സ്മോൾ ബ്ലൈൻഡ് സാക്ക് വിച്ച് ഹോസ് സം സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസം. അതായത് ഈ ഒരു സീക്കത്തിൽ ചില സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. Then a narrow finger-like tubular projection arising from the cecum is called as vermiform appendix. അതായത് സീക്കത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രൊജക്ഷനെ പറയുന്ന പേരാണ് വേർമിഫോം അപ്പൻഡിക്സ്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വേർമിഫോം അപ്പൻഡിക്സ്. സീക്കത്തിൽ നിന്നും ഫോം ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ പറയുന്ന പേരാണ് വേർമിഫോം അപ്പൻഡിക്സ്. ഓക്കെ, ഇതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്ത ഓർഗൻസിനെയാണ് വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായി പറയുന്നത് കോളോൺ റെക്ടം. അടുത്ത രണ്ട് ഭാഗങ്ങളാണ്. അപ്പൊ ആദ്യം സീക്കണ്ട്, പിന്നെ ദെൻ കോളോൺ, പിന്നെ ലാസ്റ്റ് പോർഷൻ ആണ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, സീക്കം ഇറ്റ് ഓപ്പൺസ് ഇൻ ടു കോളോൺ. സീക്കം കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ സീക്കം ഓപ്പൺ ചെയ്യുന്നത് കോളോണിലേക്കാണ്. കോളോൺ പ്രധാനമായിട്ടും കോളോണിന് 4 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാ വരുന്നത് നോക്കാം. അസെൻഡിങ് കോളോൺ, ട്രാൻസ്വേഴ്സ് കോളോൺ, ഡിസെൻഡിങ് കോളോൺ, സിഗ്മോയിഡ് കോളോൺ. ഓക്കെ, ഇവിടെ ലാബിൽ എഴുതിയിട്ടുണ്ട്, ഡയഗ്രത്തിൽ നോക്കുക. ഏറ്റവും ലാസ്റ്റ് പോർഷന് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? റക്റ്റത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു, which opens out through the anus. Next is layers of alimentary canal. അതായത് നമ്മുടെ alimentary canal നമുക്കറിയാം അല്ലേ, ട്യൂബുലാർ ആയിട്ടുള്ള ആ ഒരു പോർഷനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ലെയേഴ്സ്, alimentary canalന്റെ ലെയേഴ്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക, ഡയഗ്രാം വെച്ച് തന്നെ പഠിക്കുക. അതായത് ഏറ്റവും പുറമെ കാണുന്ന ലെയറിനെ നമുക്ക് എന്ത് പറയാം? സെറോസ എന്ന് പറയാം. ഓക്കെ, എലിമെന്ററി കനാലിന് പ്രധാനമായിട്ടും 4 ലെയേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെറോസ, ദെൻ മെസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ഓക്കെ, ഇത്രയും ലെയേഴ്സ് ആണ്. ഇങ്ങനെ 4 ലെയേഴ്സ് ആണ് നമ്മുടെ എലിമെന്ററി കനാലിന് ഉള്ളത്. ഏതൊക്കെയാണ് 4 ലെയേഴ്സ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് വൺ ഈസ് സെറോസ, ഏറ്റവും പുറമെ കാണുന്ന ലെയർ ആണ് സെറോസ. ദെൻ നെക്സ്റ്റ് ഈസ് മെസ്കുലാരിസ്, സബ് മ്യൂക്കോസ ആൻഡ് മ്യൂക്കോസ. ഇങ്ങനെ 4 ലെയേഴ്സ് ആണ് നമ്മുടെ എലിമെന്ററി കനാലിനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. ഏറ്റവും പുറമെ കാണുന്ന ലെയർ ആണ് നമ്മുടെ സെറോസ എന്ന് പറയുന്നത്. നോക്കാം. ഇറ്റ് ഈസ് ഔട്ടർമോസ്റ്റ് ലെയർ ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ മെസോത്തീലിയം, എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗാൻസ്. അതായത് ഇത്രയേ ഉള്ളൂ. സെറോസ എന്ന് പറയുന്നത് ഏറ്റവും പുറമെ കാണുന്ന ലെയർ ആണ്. ഏറ്റവും പുറമെ കാണുന്ന ഈ ഒരു ലെയർ ആണ് സെറോസ. ഇത് മീസോത്തീലിയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗാൻസ്. അതായത് വിസറൽ ഓർഗാൻസ് അഥവാ ഇന്റേണൽ ഓർഗാൻസ്, നമ്മുടെ വിസറൽ ഓർഗാൻസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗാൻസിൽ കാണുന്ന എപ്പിത്തീലിയത്തെയാണ് മീസോത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി പറയാം. എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗാൻസ്. വിസറൽ ഓർഗാൻസ് എന്താ? നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് അല്ലേ? നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിന്റെ എപ്പിത്തീലിയത്തെയാണ് മീസോത്തീലിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെറോസ എന്ന് പറയുന്ന ഈ ഒരു പുറമേ കാണുന്ന ലെയർ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? മീസോത്തീലിയം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് മസ്കുലാരിസ്. സെറോസ കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ പിന്നീട് കാണുന്ന ലെയർ ആണ് മസ്കുലാരിസ്. ഡയഗ്രത്തിൽ നോക്കുക. Muscularis, it is formed by smooth muscles usually arranged into an inner circular and outer longitudinal layer. അതായത് മസ്കുലാരിസ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ട്. ഇന്നർ സർക്കുലാറും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയറും ഉണ്ട്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. സെറോസ കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ അടുത്ത ലെയർ ആണ് എന്ത്? നമ്മുടെ മസ്കുലാരിസ് എന്ന് പറയുന്നത്. മസ്കുലാരിസ് ഈസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് മസ്കുലാരിസ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് മസ്കുലാരിസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ കാണുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻടു എൻ ഇന്നർ സർക്കുലർ ആൻഡ് എൻ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ. അതായത് ഈ സ്മൂത്ത് മസിൽസ് 2 ലെയർ ആയിട്ട്, ഇന്നർ സർക്കുലർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പോർഷൻ ഈസ് സബ് മ്യൂക്കോസൽ ലെയർ. ഡയഗ്രത്തിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? സബ് മ്യൂക്കോസൽ ലെയർ എന്ന് പറയുന്നത്. The submucosal layer, it is formed of loose connective tissue containing nerves, blood and lymph vessels. അതായത് സബ്മ്യൂക്കോസൽ ലെയർ നിർമ്മിച്ചിട്ടുള്ളത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ്. ഓക്കെ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് ഈ ഒരു ലെയർ നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടെയ്നിങ് nerves, blood and lymph vessels.
ഇൻ ഡിയോഡിനം ദ ഗ്ലാൻസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ സബ്മ്യൂക്കോസ. അതായത് ഡിയോഡിനത്തിന്റെ പോർഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സബ്മ്യൂക്കോസയില് ഗ്ലാൻസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇൻ ഡിയോഡിനം. ഡിയോഡിനം എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ആദ്യ ഭാഗമാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഡിയോഡിനത്തിലേക്ക് എത്തുമ്പോൾ സബ്മ്യൂക്കോസയില് ഗ്ലാൻസ് പ്രസന്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് മ്യൂക്കോസ. ഏറ്റവും ഉള്ളിൽ കാണുന്ന ലെയർ ആണ് മ്യൂക്കോസ. ഇന്നമോസ്റ്റ് ലെയർ ലൈനിങ് ദ ലൂമൻ ഓഫ് ദ അലിമെന്ററി കനാൽ ഈസ് മ്യൂക്കോസ. ഓക്കെ, അപ്പൊ മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ അലിമെന്ററി കനാലിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഇന്നർമോസ്റ്റ് ലെയർ. ഇവിടെ ഏറ്റവും സെൻട്രലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു പോർഷനെയാണ് ലൂമൻ എന്ന് പറയുന്നത്. ലൂമൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ട്യൂബുലാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ കാണുന്നത്. ഇപ്പൊ നമ്മളൊരു PVC പൈപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണുന്ന ഫ്രീ സ്പേസ് ഇല്ലേ, അതിനെയാണ് ലൂമൻ എന്ന് പറയുന്നത്. ആ ഒരു സ്പേസിനെയാണ് ലൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം എലിമെന്ററി കനാലും ഒരു ട്യൂബുലാർ സ്ട്രക്ചർ അല്ലേ. അപ്പൊ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡയഗ്രാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഏറ്റവും സെൻട്രൽ ആയിട്ട് അവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ആ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിനെയാണ് ലൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൂമൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഭാഗമാണ് മ്യൂക്കോസ. ദെൻ അതിന് ചുറ്റുമായിട്ട് സബ് മ്യൂക്കോസ കാണാൻ സാധിക്കും. ദെൻ അതിന് ചുറ്റുമായി മസ്കുലാരിസ് ഉണ്ട്. ഏറ്റവും പുറമെ ആയിട്ട് സിറോസിയം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്